നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിരുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഒരാൾ നമ്മളെ ചീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ട്രോമയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? യെസ്, ബിട്രയൽ ട്രോമ. നമ്മുടെ പാർട്ട്ണർ, പാരൻസ്, ക്ലോസ് ഫ്രണ്ട്സ് ഇവരിൽ നിന്നും ഉണ്ടാകുന്ന ചീറ്റിംഗ് നമ്മൾ അത്രമാത്രം ആഴത്തിൽ വേദനിപ്പിക്കുന്നു. ഇത് ബിട്രയൽ ട്രോമയിലേക്ക് കാരണമാകുന്നു. കാരണം ഇതൊരു ഇമോഷണൽ അതേപോലെ തന്നെ സൈക്കോളജിക്കൽ പെയിൻ ഒരു വ്യക്തിയിൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് ആദ്യം ഉണ്ടാകുന്ന ഒരു മെന്റൽ ഷോക്കാണ്. കാരണം നമ്മൾ അത്രമാത്രം വിശ്വസിച്ചിരുന്ന ഒരാളിൽ നിന്നും ഇത് അവർ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. രണ്ടാമതായിട്ടുണ്ടാകുന്നത് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. കാരണം ഏതൊരു റിലേഷൻഷിപ്പിലോട്ട് പോയാലും അല്ലെങ്കിൽ ഏതൊരു ബന്ധത്തിലോട്ട് അവർ പോയാലും അവർക്ക് മറ്റ് ആളുകളെ വിശ്വസിക്കാൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. മൂന്നാമതായിട്ട് ലോ സെൽഫ് എസ്റ്റീം ആണ്. തന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നൊരു തോന്നൽ വരെ ഇവരിൽ ഉണ്ടാകുന്നു. ഇത് ആങ്സൈറ്റി, ഡിപ്രഷൻ, ആങ്കർ ഇഷ്യൂസ് ഇങ്ങനെ പല കാരണങ്ങളിലേക്ക് നയിക്കുന്നു. സോ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റൊരാളുടെ ഇമോഷൻസ് വെച്ച് ഒരിക്കലും കളിക്കരുത്. കാരണം നമുക്ക് പെട്ടെന്ന് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമായിരിക്കും, പക്ഷേ മറ്റൊരാൾക്ക് അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരിക്കലും സാധിക്കില്ല.